ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാനിന്നൊരു കുട്ടി പർച്ചേസിന് വേണ്ടി പോവാണ് കേട്ടോ. കുന്നംകുളത്തേക്കാണ് പോകുന്നത്. എൻ്റെ അമ്മ കുറേ നേരമായി എന്നെ ബസ് സ്റ്റാൻഡിൽ എന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം കല്യാണിലേക്കാണ് കേട്ടോ പോയത്. ഇതാണ് എൻ്റെ മേമ കേട്ടോ. മേമ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അമ്മയ്ക്ക് സാരി നോക്കാനായിട്ട് ഞങ്ങൾ ആദ്യം പോയി കേട്ടോ. റിസപ്ഷന് വേണ്ടിയിട്ടോ സാരി. അങ്ങനെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരിയുടെ. ഒരു അഫോർഡബിൾ റേറ്റിലൊക്കെ നല്ല നല്ല സാരീസ് ഉണ്ട് കേട്ടോ കല്യാണിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാരി. പക്ഷെ കല്യാണത്തിൻ്റെ രാവിലത്തേക്ക് സാരിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാരിയുടെ കാര്യം ഉണ്ടായിരുന്നില്ല. റിസപ്ഷൻ്റെ ഡ്രസ്സായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇതാ ഒരുപാട് സാരി ഇഷ്ടമായി. അമ്മയ്ക്ക് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പൊതുവെ അമ്മയ്ക്ക് അങ്ങനെയാണ്, സാരി എടുക്കാൻ പോയി അമ്മയ്ക്ക് സാരി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഈ ഒരു പിങ്ക് സാരിയാണ് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടമായത്. അമ്മയ്ക്ക് ഈ കളറിനോട് വലിയ ഇഷ്ടമില്ല, പക്ഷെ അതെന്തോ എടുത്ത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മേമയും കൂടിയിട്ട് കല്യാണത്തിന് എങ്ങനെയൊക്കെ വരണം, എങ്ങനെ സാരി എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ നോക്കാൻ വേണ്ടി പോയി. അത് റെഡിമെയ്ഡായിട്ടോ നോക്കിയത്, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം ഇറങ്ങി. ഞാൻ പൊതുവേ ലിഫ്റ്റിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കട്ടോ. എനിക്ക് എന്തോ പേടിയാണ്, എന്തോ ഒരു തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു. എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മയും. എന്നിട്ട് ഞങ്ങൾ കല്യാണം നിന്നൊക്കെ ഇറങ്ങി. എന്നിട്ട് അമ്മയ്ക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മെഡിക്കൽ ഷോപ്പിൽ കയറി കേട്ടോ ആദ്യം. അത് കഴിഞ്ഞിട്ട് ദാഹിച്ചിട്ട് പോയി. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ നറുനീണ്ടി സർവത്ത് കഴിക്കാനായിട്ട് അതിൻ്റെ തൊട്ടടുത്ത കടയിൽ തന്നെ പോയിട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് അത് കുടിച്ചു. അതുപോലെ തന്നെ ചിക്കൻ റോൾ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ടോ. അടുത്തത് ഞങ്ങൾ ഞങ്ങളുടെ ക്യൂനിലാണ് കേട്ടോ കയറിയത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എനിക്കൊരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ കിട്ടിയിട്ടോ. അങ്ങനെ ഞാൻ അവസാനം അത് തന്നെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി മോനൊരു ചെറിയ കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടോ. അങ്ങനെ അത് 2-3 കടയിലൊക്കെ കയറിയിട്ടാണ് കാറ് കിട്ടിയത് കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചു. തിരിച്ച് ബസ്സിൽ കയറി. ബസ്സിലിരുന്ന് കുറച്ച് വഴി പോയപ്പോഴാണ് ആ ബസ് ഒരു കാറുമായിട്ടൊന്ന് ഇടിച്ചു. ചെറുതായിട്ടൊന്ന് തട്ടി. പക്ഷെ കാറിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നാട്ടുകാരൊക്കെ കൂടി ബസ്സിലുണ്ടായിരുന്നവരൊക്കെ ഇറക്കി വിട്ടു. എന്നിട്ട് ഞങ്ങൾ അവരെ അടുത്ത ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ വീടെത്തിയത്. അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടോ. അങ്ങനെ വീടെത്താറായി. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ.